ആർഎസ്എസ് നേതാക്കളും എഡിജിപിയുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ വിവാദമായി മുന്നണിയിൽ ഭിന്നതയ്ക്ക് വഴിവെച്ചിട്ടും കുലുക്കമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിക്കുകയാണ്. മുന്നണി യോഗത്തിൽ സിപിഐയും എൻസിപിയും ആർജെഡിയും എല്ലാം ശക്തമായി ആവശ്യമുന്നയിച്ചിട്ടും എഡിജിപി എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി കൂട്ടാക്കുന്നില്ല. ഘടക കക്ഷികളുടെ ശക്തമായ സമ്മർദ്ദമുണ്ടായിട്ടും അന്വേഷണ റിപ്പോർട്ട് കുറ്റക്കാരനെന്ന് കണ്ടെത്താതെ അജിത് കുമാറിനെ തൊടാനില്ലെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി. സർക്കാരിന്റെയും മുന്നണികളുടെയും പ്രതിച്ഛായയെ ബാധിച്ചിട്ടും വാശി പോലെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടിന്റെ പിന്നിൽ എന്താണ് എന്നതാണ് സിപിഎമ്മിലും LDFിലും ഉയരുന്ന ചോദ്യം. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ച മുഖ്യമന്ത്രിയാണ് RSS നേതാക്കളുമായി ഊഴം വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന ADGPയെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുന്നത്. രാഷ്ട്രീയ നിലപാടിനുമപ്പുറം വ്യക്തിപരമായ വാശിയായി പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടിനെ ചോദ്യം ചെയ്യാൻ മുന്നണിയിലും സിപിഎമ്മിലും ആരും ധൈര്യം കാണിക്കുന്നില്ല. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റോ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ CPIയോ ആ ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ എം.ആർ. അജിത് കുമാർ ഇതിനകം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറിയിരുന്നേനെ എന്നതാണ് ഇടതുമുന്നണി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയധികം വിവാദമാവുകയും മുന്നണിയിലും പാർട്ടിയിലും സർക്കാരിലുമെല്ലാം പ്രതിസന്ധിയായി മാറുകയും ചെയ്തിട്ടും അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് CPM നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം ഒരുപോലെ തന്നെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. നടപടിയെടുക്കാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി തന്നെ വിമർശിക്കപ്പെട്ടിട്ടും അജിത് കുമാറിനെ വിട്ടുകളയാതെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് അത്രയേറെ കടപ്പാട് ഉണ്ടായതിന്റെ പേരിലാണ് എന്നാണ് ആക്ഷേപമുയരുന്നത്. ആ കടപ്പാട് എന്തിന്റെ പേരിലാണ് എന്നതാണ് നിലവിലുയരുന്ന ചോദ്യം. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. മകൾ വീണ വിജയന്റെ മാസപ്പടി കേസുകൾ ഒതുക്കാൻ അജിത് കുമാർ സഹായിച്ചതിന്റെ പേരിലുള്ള കടപ്പാടാണ് ഇത്തരത്തിൽ സംരക്ഷണം നൽകാൻ കാരണമെന്നാണ് നിലവിലെ പ്രചാരണം. എന്നാൽ മാസപ്പടി ആക്ഷേപം പുറത്തു വന്നതിന് മുൻപാണ് ADGP എം.ആർ. അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് എന്നതും ശ്രദ്ധേയമാണ്. RSS സഹകാര്യവാഹക് ദത്താത്രേയ ഹൊസബാലയുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുന്നത് 2023 അതിനടുത്ത മാസത്തിലാണ് റാം മാധവിനെ കണ്ടത്. എന്നാൽ വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് സേവനമൊന്നും വിട്ടു നൽകാതെ പണം പറ്റിയെന്ന വിവരം പുറത്തുവരുന്നത് 2023 ഓഗസ്റ്റ് 9 ആദായ നികുതി വകുപ്പ് ഇടക്കാല തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തൽ വിവാദമാകുന്നതിന് മുൻപായിരുന്നു ADGP എം.ആർ. അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ്. മാസപ്പടി ആക്ഷേപത്തിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റി സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ് തുടങ്ങിയ ആക്ഷേപങ്ങളുണ്ട്. അത്തരം കേസുകളിൽ പ്രതിയായവരെ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കടത്താൻ അജിത് കുമാർ സഹായിച്ചെന്ന് അവർ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങിയിട്ടുമുണ്ട്. എന്തു തന്നെയാണെങ്കിലും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കിട്ടാത്ത സംരക്ഷണമാണ് ഇപ്പോൾ ADGP എം.ആർ. അജിത് കുമാറിന് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്നാണ് മുന്നണി യോഗത്തിൽ CPI വ്യക്തമായി ആവശ്യപ്പെട്ടത്. PV അൻവർ ഉന്നയിച്ച പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അതീവ ഗുരുതരമാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൂരം കലക്കലിൽ ADGP അജിത് കുമാർ വഹിച്ച പങ്കിനെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് NCP സംസ്ഥാന നേതാവായ PC ചാക്കോയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൂരത്തിലെ പോലീസ് ഇടപെടൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കിയെന്നും PC ചാക്കോ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി നയിക്കുന്ന സംഘത്തിന്റെ റിപ്പോർട്ട് വന്നേ നടപടിയുള്ളൂവെന്ന നിലപാടിൽ നിന്നും തെല്ലും പിന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മുന്നണിയിലെ ചർച്ചയോ ഘടക കക്ഷികളുടെ കർശന നിലപാടോ ഒന്നും തന്നെ മുഖ്യമന്ത്രി പരിഗണിച്ചിട്ടില്ല എന്നത് വ്യക്തവുമാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രി ഇതേ മൗനം തുടരുകയാണെങ്കിൽ ഘടക കക്ഷികൾ പരസ്യമായ പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ പ്രതികരണത്തിലേക്കോ പോകുമെന്നുള്ള കാര്യവും തീർച്ചയാണ്.